ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണർ മൂവി മീഡിയ. ഇവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് അദ്രാസ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, വിദ്യുത് ജംവാല്, ഷബീർ കലരിക്കൽ, ബിജു മേനോൻ, പിന്നെ വിക്രാന്ത്, തലൈവസൽ വിജയ്, സിദ്ധാർത്ഥ ശങ്കർ എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റോറി ചെയ്തിരിക്കുന്നത്, സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നതും AR മുരുകദോസാണ്. മ്യൂസിക് ബൈ അനിരുദ്ധ് രവിചന്ദർ. പിന്നെ സിനിമാറ്റോഗ്രഫി ബൈ സുദീപ് എലമൻ, മീൻസ് അയ്യപ്പനും കോശിയും 18-ാം പടി പിന്നെ ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ സിനിമകൾക്കൊക്കെ സിനിമാറ്റോഗ്രഫി ചെയ്ത ആളാണ്. പിന്നെ പടത്തിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്ന ശ്രീകർ പ്രസാദ് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഇതിൻ്റെ ആർട്ട് ആക്ടിങ് ചെയ്തിരിക്കുന്നത് അരുൺ വെഞ്ഞാറമ്മൂട് എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ദിലീപ് സുബ്രഹ്മണ്യൻ, സ്റ്റണ്ട്സ് ശിവ, അനീഷ് മിശ്ര എന്നിവരാണ്. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ വേറെ ലെവൽ. ആൻഡ് ദിസ് ഈസ് ട്രൂലി AR മുരുകദോസ് കംബാക്ക്. അങ്ങനെ ഒരു കംബാക്ക് എടുത്തോ എന്ന് 100% പറയാൻ പറ്റിയൊരു പടം. നെഗറ്റീവ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ എനിക്ക് ഏറ്റവും പിടിക്കാത്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സിനിമയിൽ നമ്മുടെ നിങ്ങൾക്ക് അറിയായിരിക്കും, ട്രെയിലറുണ്ട് അറിയായിരിക്കും, ഇതിൽ വിദ്യുത്തും ഷബീറുമാണ്. നമ്മുടെ കിങ് ഓഫ് ദ കണ്ണൻ ബൈലയുടെ അങ്ങേരാണ് വില്ലന്മാരി. അപ്പോൾ ഇതിൽ ഇവനെ വന്നിട്ട് നമ്മുടെ അണ്ണൻ ബൈ അഥവാ ഷബീറിനെ വന്നിട്ട് എൻ്റെ എല്ലാവരും കൂടി കൊല്ലും. അത് കഴിഞ്ഞിട്ട് ഒരു സീനുണ്ട്, അതിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്നാലും ആ സീനിലാണ് നമ്മുടെ വിദ്യുത് ജംവാല് അവിടെ രക്ഷപ്പെടുന്നത്. മീൻസ് NIA ഓഫീസ്, അൺഒഫീഷ്യലായിട്ടുള്ള ഓഫീസിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ അത് ആ സീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് മാറ്റിയായിരുന്നു. മീൻസ് അങ്ങേര് ഒരു സീലിങ്ങിൻ്റെ ഇടയിൽ, മീൻസ് വിദ്യുത്തണ്ണൻ ഒരു സീലിങ്ങിൻ്റെ ഇടയിൽ പുഷപ്പ് എടുക്കുന്ന സീനുണ്ട്. അത് ആക്കായിരുന്നു ആ ഫൈറ്റ് സീക്വൻസ് എനിക്ക് ഫീൽ ചെയ്ത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല സിനിമയിൽ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ബാക്കി എഡിറ്റിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് സൂപ്പർ. പിന്നെ മ്യൂസിക് പറയണ്ട, BGM താറുമാറ് പൊളിച്ചിട്ടുണ്ട്. മ്യൂസിക് ആൻഡ് BGM അന്ന് ഇന്നും എങ്ങനത്തെ പടമാണെങ്കിലും താറുമാറാക്കിയത്, ആക്കിക്കളയും, പൊളിച്ചെടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ AR മുരുകദോസ് കംബാക്ക്, സിക്കന്ദറിൽ നിന്നാണ് കെട്ടുപോയ അദ്ദേഹത്തിന് ഒരു വലിയൊരു കംബാക്കാണ് ഇട്ടിരിക്കുന്നത്. മീൻസ് തമിഴ് സിനിമയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആദ്യം സുന്ദർ സി ഒന്ന് കൊണ്ടുവന്ന് ജനുവരിയിൽ മധുഗജരാജ് കൊണ്ടുവന്ന് ഇങ്ങനെ മേളിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് ഡയറക്ടേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഡയറക്ടേഴ്സ്, മീൻസ് ശങ്കർ, പിന്നെ ആരായിരുന്നു തുടങ്ങിയ പേര്, മണിരത്നം, ലോകേഷ്, അതിൽ AR മുരുകദോസും പറയാം. കാരണം മാനസികങ്ങളുടെ ഒരു പടം സിക്കന്ദർ ഇറങ്ങിയത് അതുകൊണ്ട്. പിന്നെ മണിരത്നം ഇവരൊക്കെ കയറിയിട്ട് പടക്കങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും അതും അടാറ് ഗുണ്ട് എന്ന് വേണം പറയാൻ. അതൊക്കെ ഇറക്കി അങ്ങനത്തെ പടങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും AR മുരുകദോസ് മാർച്ചിൽ ഉണ്ടാക്കിയ ഗുണ്ടിന് പശ്ചാത്താപം നൽകിയിട്ടുണ്ട്. മീൻസ് അങ്ങേര് ഞാൻ തിരിച്ചു വരും എന്ന്, ഈ വർഷം തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞതിന് അങ്ങേര് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. തിരിച്ച് വന്ന് മാർച്ചിൽ കിട്ടിയ ഗുണ്ടിന് സെപ്റ്റംബറിലോട്ട് തിരിച്ചടിച്ച്.
അതാണ് പറയാനുള്ളത്. അടിച്ച് സൂപ്പർ ബോൾ തിരിച്ചടിച്ചിട്ടുണ്ട്. ഫീൽഡ് ഔട്ടായി എന്ന് പറഞ്ഞവന്മാരൊക്കെ തിരിച്ച് നല്ല പണിച്ചിട്ടുണ്ട്. പട പണിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതൊരു സൂപ്പർ ബൈഡ് അങ്ങനെ ഒരു സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ സൂപ്പർ ബൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ലവ് ഇറ്റ്. ആൻഡ് സ്റ്റണ്ട് ഈ സിനിമയിൽ ഹൈലൈറ്റഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് സ്റ്റണ്ട്സാണ്. ശിവ, ദിലീപ് സുബ്ബരായൻ, അനീഷ് മിശ്ര, പിന്നെ കെവിൻ കുമാർ എന്ന് പറഞ്ഞ ഒരാളും കൂടി ഇതിൻ്റെ സ്റ്റണ്ട്സിലുണ്ട്. അത് ഞാൻ അതേ പറയാൻ പറഞ്ഞതാണ്, സോറി. അങ്ങനെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. സ്റ്റണ്ട് ആണ് ഈ സിനിമയിൽ ഹൈലി പോസിറ്റീവ്. പിന്നെ ഏതാവനെങ്കിലും ലോജിക്കും ഗ്രാവിറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് തലേന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു പടം മീൻസ് ഇതൊന്നും ഇല്ലാത്തൊരു പടം എന്ന് വിചാരിച്ച ഒരു മാസ് മസാല വിചാരിച്ചുകൊണ്ട് വരെ സ്റ്റോറി അത്യാവശ്യം സൂപ്പറാണ്. മീൻസ് ഒരു ഗൺ മാഫിയ അങ്ങനത്തെ ഒരു സംഭവമാണ് പറയുന്നത്. അതിനെതിരെ നിൽക്കുന്ന നായകൻ അങ്ങനെയാണ് കാട്ടുന്ന. പിന്നെ നായകന് ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ ആ പ്രശ്നമുള്ള ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേമാതിരി സ്വന്തം പ്രണയിക്ക് വേണ്ടിയിട്ട് എത്ര രക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്ത് പറ്റിയാലും മീൻസ് രക്ഷിക്കാൻ വേണ്ടി എത്ര എക്സ്ട്രീം വേണമെങ്കിൽ പോവും അവന്മാർ തീർക്കാനും നായകനെ രക്ഷിക്കാനും. മീൻസ് വില്ലൻസ് തീർക്കാൻ. അങ്ങനത്തെ ഒരു നായകൻ ക്യാരക്ടർ സൂപ്പർ പടം. പിന്നെ ഒരു ഇത് പറയണം മോനെ, ഒരു സ്റ്റൺസ് അല്ലാതെ പിന്നെ എനിക്ക് ഹൈലി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് ശിവകാർത്തികേയൻസ് പെർഫോമൻസ് ആൻഡ് വിദ്യുത് ജംവാൽ ആൻഡ് ഷബീർ കലരക്കൽ. ഇത് ഈ 4 എണ്ണമാണ് എനിക്ക് ഹൈലി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്. രുക്മിണി വസന്ത് ഇത് ഏസിനെ ആട്ടിക്കൂട്ടിയതിന് തിരിച്ചടിച്ചിട്ടുണ്ട്. അവർ മര്യാദയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ ബൈഡ് തിരിച്ചിട്ടുണ്ട്. പിന്നെ ബിജു മേനൻ ഇപ്പം എന്നിടയ്ക്ക് ഞാനൊരു സംഭവം കണ്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ മറന്നു ആരാണെന്ന് വിചാരിക്കണം. എടാ നിങ്ങൾ പിന്നെ ഒരു കാര്യം, കാർത്തിക് എന്തായാലും ഒരു കാര്യം പറയാൻ മറന്നു. എന്താണെന്ന് വെച്ചാൽ ഈ കോളിവുഡിൽ ആകെ ഈ വർഷം ഇറങ്ങിയിരിക്കുന്ന പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഡയറക്ടർമാരുടെ പടങ്ങളെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടത് ഒന്ന് സുന്ദർസിയുടെ പടങ്ങൾ 2 പടങ്ങൾ ഈ വർഷം ഇറങ്ങി. പിന്നെ ആദിക് രവിചന്ദ്രൻ്റെ ഒരു പടം ഇറങ്ങി, അത് ഫാൻ ബോയ്സ് സാധനം. പിന്നെ ഇത് മജുദോസിൻ്റെ ഈ സാധനം, മദ്രാസി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് റെട്രോ ആണ്. മീൻസ് കാർത്തിക് സുബ്രാജിൻ്റെ ഡയറക്ഷനിൽ അതും അത്യാവശ്യം സൂപ്പറായിരുന്നു. വേറെ ഒന്നും എനിക്ക് അത്രയൊന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം, SC അരുൺകുമാർ, അത് എനിക്ക് ആദ്യം ഇഷ്ടമില്ലാതിരുന്ന ഡയറക്ടർ. മറ്റേ സിന്ധുബാദ് എടുത്തിട്ട് രേഖ എന്ന് പറയുന്ന ഒരു പടം ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ വെളുത്തു പോയതായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു പടം ഇറക്കിയിട്ട് ഇങ്ങനെ ബാക്ക് എടുത്തിരിക്കണത്. അതും നമ്മുടെ ഇരുദൂര എന്ന് പറഞ്ഞ സിനിമ ഇത് കമ്പാക്ക് എടുത്തത്. അത് നായനായിരുന്നു ചെയ്യാൻ കുറവായിരുന്നു സിനിമയിൽ. നായകൻ അടിപൊളിയുടെ കമ്പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വിക്രത്തിന്. പക്ഷേ ബോത്ത് ഓഫ് ഇത് പൊട്ടി. അതിൻ്റെ പേരിൽ ഞാൻ നല്ല തെറിയും വിളിക്കും. എത്ര വേണമെങ്കിൽ തെറി വിളിക്കും. ഇത് പറയാം. സെക്കൻഡ് പാർട്ട് വേഗം ഇറക്കി വിടണം വീട്ടിൽ. എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ള. അതും തൊട്ട് അവസാനം വരെ ഒരു ലോജിക്കും ഗ്രാവിറ്റി ഒന്നും നോക്കാതെ കണ്ടതുകൊണ്ട് എനിക്ക് ഈ സിനിമ 100% വെർത്താണ്. പിന്നെ ഈ സിനിമ കണ്ടത് സീനത്ത് തിയേറ്ററിലാണ്. ആലുവ സീനത്ത് തിയേറ്ററിൽ 3 മണിക്ക് വൈകുന്നേരം 3 മണിക്ക് ആണ് പോയി കണ്ടത്. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ദിസ് ഫിലിം. ആൻഡ് ഇനി ബാങ്കി ഫോറിൻ ടിക്കറ്റ് കിട്ടും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതെല്ലാം ഒരു ഹൈപ്പുണ്ട്. എന്തായാലും അത് ചതിക്കാൻ തീർന്നാൽ മതിയായിരുന്നു. എന്തെങ്കിലും കേട്ടെ. എന്തായാലും പടം കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. പ്രത്യേകിച്ച് ലോജിക്കും ഗ്രാവിറ്റിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട്
നോക്കാതെ ഒരു ആക്ഷൻ സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 100% പിടിക്കും. അല്ലാത്ത പക്ഷം കാണാനും നിൽക്കരുത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ ഇതെല്ലാവരുടെ കപ്പ് ഓഫ് ടീ ആണെന്ന് ചോദിച്ചാൽ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ. എന്തായാലും ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. എന്തായാലും പടം കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. എന്തായാലും എനിക്കൊരു ചെറിയ ക്ഷീണമുണ്ടെന്ന് കിടക്കണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓളെന്ന് പറഞ്ഞ ഓപ്ഷനുണ്ടോ ഒന്ന് അമർത്തി സാധിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ. Deltas and please subscribe my channel Castroller Movie Media.